വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് OET റൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസ് എങ്ങനെ ഈസിയായി ഓർത്തിരിക്കാം എന്നതാണ്. അതിന് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഓർത്തിരിക്കാം എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ഒരു കലണ്ടർ അറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കലണ്ടറിൽ എന്തൊക്കെയാണുള്ളതെന്ന്. ഒരു കലണ്ടർ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് OET റൈറ്റിങ്ങിൽ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മുടെ എല്ലാ ലെറ്ററുകളിലും ഒരു മാസവും ഒരു ദിവസവും ഒരു ഡേറ്റും ഒരു ഇയറും ഉറപ്പായിട്ടും വരും, സമയം വരും. ഈ 3 കാര്യങ്ങൾ വളരെ സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ ഓർത്തിരിക്കാം, എങ്ങനെ തെറ്റാതെ OET റൈറ്റിങ്ങിൽ ഉപയോഗിക്കാം എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. എപ്പോഴും ഇൻ എന്നുപയോഗിക്കുന്നത് ഒരു ഇയർ ഓർ മന്ത്, ഇയറിനും മന്തിനും മുൻപേ എപ്പോഴും ഇൻ ആയിരിക്കും, അത് ഓർത്തിരിക്കുക. പിന്നെ ഡേക്കും ഡേറ്റിനും മുൻപേ ഓൺ ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കാനുള്ള എളുപ്പമാർഗം ആണ് ഓണിന്റെ ഓയും ഡേറ്റ് ആൻഡ് ഡേയ്സ്. ഡേറ്റ് ആൻഡ് ഡേയ്സിന്റെ 2 സ്റ്റാർട്ടിംഗ് ലെറ്ററും കൂടെ ചേർത്താൽ ഓഡ് എന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഓണാണ് ഡേറ്റിനും ഡേയ്സിനും മുൻപെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഓടെന്ന് ഓർക്കുമ്പോൾ തന്നെ ഡേറ്റിനും ഡേയ്സിനും മുൻപേ ഓൺ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഇയറും മന്തിനും മുൻപേ ഇൻ ആയിരിക്കും എന്നുള്ളത് തെറ്റാതെ ഓർത്തിരിക്കാം. അപ്പോൾ ഒരു കലണ്ടറിലുള്ളത് ഒരു മന്തും ഒരു ഇയറും ഒരു ഡേയും ഒരു ഡേറ്റുമാണ്. ഈ 4 കാര്യങ്ങളെ കണക്ട് ചെയ്ത് നമ്മൾ പ്രപ്പോസിഷൻ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തെറ്റാതെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി OET റൈറ്റിംഗിൽ നിങ്ങൾ ഈ പ്രപ്പോസിഷൻ ഒരു കാരണവശാലും തെറ്റിക്കരുത്. പിന്നെ കറക്റ്റ് ടൈം നമുക്ക് പറയാനുണ്ടെങ്കിൽ അത് അറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു അപ്രോക്സിമേറ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബൈ ഉപയോഗിച്ചും പറയാം. അതിനൊരു എക്സാമ്പിൾ, ദ ഷോപ്പ് ക്ലോസസ് ബൈ മിഡ് നൈറ്റ്. മിഡ് നൈറ്റിൽ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ബൈ വെച്ച് പറയുന്നു. ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 9 o'clock. ഷാർപ്പ് 9 o'clock ആയതുകൊണ്ട് നമ്മൾ അതിനു മുൻപേ അറ്റ് ചേർത്തു. അപ്പം അറ്റ്, ബൈ, ഇൻ, ഓൺ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അത് തെറ്റാതെ എങ്ങനെ ഉപയോഗിക്കാമെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എളുപ്പമായില്ലേ? കലണ്ടർ മെത്തേഡ് ഉപയോഗിച്ച് പ്രിപ്പോസിഷൻസ് OETയിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. എല്ലാ കൂട്ടുകാരും ഇത് കാര്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് OETയിൽ B സ്കോർ വളരെ എളുപ്പത്തിൽ നേടാൻ സാധിക്കും. If you have any queries, please feel free to contact me in my WhatsApp number. Till then, goodbye.